ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കണം. ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ ഓണം വെക്കേഷൻ്റെ ടൈമിൽ ചെറിയൊരു ട്രിപ്പ്, നമ്മളെ ഫാമിലി മാത്രം. അപ്പം അന്നത്തെ ഈവനിങ്ങിനുള്ള കുറച്ച് വിശേഷങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗാണ്. സോ ഗൈസ്, എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു കമൻറ്റ് കൂടി ഇട്ടേക്കണം കേട്ടോ. നമ്മൾ ട്രെയിന് നമുക്ക് ഈവനിങ് ആയിരുന്നു, തൃശ്ശൂരിൽ നിന്നായിരുന്നു ട്രെയിൻ. അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ട് നമ്മൾ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് കുറച്ച് നേരം നമ്മൾ ഒരു ഒഴിഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. അതിനുശേഷം നമ്മൾ വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഞാൻ നിച്ചു മാത്രം ഒരു പ്ലെയിൻ ദോശ കഴിച്ചു, ഉപ്പ് ഒരു ചായ കുടിച്ചു, ഒരു ജ്യൂസും കുടിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മളെത്തിയത് കുറച്ച് നേരത്തെ ആയിപ്പോയി. നമ്മൾ ട്രെയിൻ നല്ല ഡിലേ ആണ്. 9:30 വരുന്ന ട്രെയിന് 10:30 വരത്തുള്ളൂ. അതുവരെ ഇവിടെ ഇരുന്ന് കഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ 10:30 ട്രെയിൻ എത്തുകയെന്ന്. സത്യം പറഞ്ഞാൽ 10:30 എത്തിയില്ല, 11 മണിയോട് അടുപ്പിച്ചിട്ടാണ് ട്രെയിൻ വന്നത്. മറ്റേ ആപ്പ് ഉണ്ടല്ലോ, ആപ്പിൽ നോക്കുമ്പോൾ ഭയങ്കര ഡിലേ ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എണീച്ചിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്നിട്ടും സമയം ആവുന്നില്ല. ഈ നിച്ചുവിനെ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നിട്ട്, വല്ല വയ്യാത്ത പിള്ളേർ പോലെയാണ് അവൾ നടക്കുന്നത്. കണ്ടാ, ശരിക്കും നോക്ക്. കൊച്ചിന് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെയാണ് കൊച്ചതിൽ നടക്കുന്നത്. പിന്നെ നമ്മളിങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോൾ ട്രെയിനത്തെ തിരക്കും ആളുകൾ കയറുന്നതും കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്താൽ കേട്ടോ. ഓണത്തിൻ്റെ വെക്കേഷൻ ആയപ്പോൾ എല്ലാവരും നാട്ടിലേക്ക് പോകേണ്ടതും അതിൻ്റെ ഒക്കെ ആയത് കണ്ടായിരിക്കാം ഇത്രക്കും തിരക്ക്. ട്രെയിനിലൊക്കെ തൂങ്ങിയിട്ടാണ് പോണത്. എന്നിട്ട് അവിടുത്തെ സാറുമാർ വന്നിട്ട് മറ്റേ ലാത്തി കൊണ്ട് അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കണ്ടപ്പോൾ തിരക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അപ്പം നമുക്ക് ഇനിയും ഇഷ്ടംപോലെ സമയമുള്ളതുകൊണ്ട് നമ്മളവിടെ വെയിറ്റിംഗ് റൂം ഉണ്ടായിരുന്നു, AC. അപ്പം അതിൽ കയറിയിട്ട് കുറച്ച് നേരമല്ല, ട്രെയിൻ വരുന്ന വരെ നമ്മളിരുന്ന് ഒരു 1 ഹവറിന് 30 റുപ്പീസ് അങ്ങനെ എന്തോട്ടാണ്. അപ്പോൾ ട്രെയിൻ വരുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ടാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്. നമ്മൾ കുറച്ച് നേരം ഉറങ്ങുകയൊക്കെ ചെയ്തു കേട്ടോ. എന്നിട്ടാണ് നമ്മൾ വീണ്ടും പുറത്തിറങ്ങിയത്. എന്നിട്ട് നമ്മൾ ട്രെയിൻ വരുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നാണ് നമ്മൾ ഇറങ്ങിയത്. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്ന് 2-3 വീഡിയോസൊക്കെ എടുത്ത് അപ്പോഴേക്കും ട്രെയിന് ഏകദേശം 2 സ്റ്റോപ്പ് മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വയസ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ. അന്നത്തെ ഈവനിങ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരം റെയിൽവേ സ്റ്റേഷനിൽ ചിലവഴിച്ചിട്ടുള്ള കുറച്ച് മണിക്കൂറത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ശേഷം ട്രെയിനിൽ കയറിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. ഞാൻ നല്ല ഉറക്കമായിരുന്നു. ട്രെയിനിൽ കയറിയിട്ട് ഞാൻ നല്ലോണം ഉറങ്ങി. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. ഏകദേശം പുലർച്ചെ ഒരു 4 മണിയോട് കൂടിയിട്ട് നമ്മൾ ട്രിവാൻഡ്രത്തെത്തി. അപ്പം ഞാനൊന്ന് വീഡിയോ എടുത്തു. ഇച്ചിരി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പോകുന്നൊരു പോക്കൊക്കെ. പിന്നെ നമ്മളങ്ങനെ ട്രിവാൻഡ്രത്തെത്തിയിട്ട് അവിടെ ഇതേപോലെ വെയിറ്റിംഗ് റൂം ഉണ്ടായിരുന്നു. അവിടെ കയറി നമ്മൾ ശരിക്കും വന്ദേ ഭാരത് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിരുന്നു. ബട്ട് ഒരു 1 വീക്ക് മുന്നേ ബുക്ക് ചെയ്താലേ സീറ്റ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് കിട്ടിയില്ല ഗൈസ്. വിഷമമുണ്ടോ ചോദിച്ചാൽ നല്ല വിഷമമുണ്ട്. പിന്നെ ഉപ്പ ഈ മാസം പോവും. അപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് വന്ദേ ഭാരതിൽ കയറി ഇറങ്ങണമെന്ന്. ഇൻഷാ അല്ലാ നമുക്ക് കയറാമല്ലോ, സമയമുണ്ടല്ലോ. നമ്മളിപ്പോൾ സ്ലീപ്പറിൽ ആണ് വന്നത്. അതും ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. നമ്മൾ പെട്ടെന്ന് തക്കാർ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മളെത്തി. എന്നിട്ട് നമ്മൾ വെയിറ്റിംഗ് റൂമിൽ കാണിട്ട് ഇപ്പം നടക്കുന്നത്. അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് കയ്യും കാലൊക്കെ കഴുകി പല്ലൊക്കെ ഒന്ന് തേച്ച് ഫ്രഷ് ആയിട്ട് പുറത്തിറങ്ങാം എന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. പുറത്തിറങ്ങിയിട്ട് ഒരു സ്ഥലം നമ്മൾ മുന്നേ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നൊക്കെയാണ് പ്ലാനിങ്. പക്ഷേ ബാക്കിയൊക്കെ വരുന്ന വ്ളോഗിൽ കാണാം. പ്ലാനിങ് നടന്നോ ഇല്ലയോ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ ഗൈസ്.